ഇത് ഈ എൻ്റെ ആദ്യ കവിതാ സമാഹാരമാണ്. ഇന്നലെ ഞാൻ ദർവീഷെ കണ്ടു. അപ്പോൾ ഈ പുസ്തകത്തിലെ ആദ്യത്തെ കവിതയാണ്, കവിതയുടെ ടൈറ്റിലാണ് ഇന്നലെ ഞാൻ ദർവീഷെ കണ്ടു. അപ്പോൾ ഈ പുസ്തകത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യം, അല്ലെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ ഒരു തലക്കെട്ടിലേക്ക് ഇങ്ങനെയൊരു തലക്കെട്ട് തിരഞ്ഞെടുക്കാനുണ്ടായൊരു സാഹചര്യം, ഈ തലക്കെട്ടിൽ ഒരു കവിത ഞാൻ കലാകൗമുദി വാരികയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു 2023. നമ്മുടെ ഗാസയിൽ ഇസ്രയേലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ വംശഹത്യ, നമ്മൾ ജീവിക്കുന്ന കാലത്ത് ഏറ്റവും വലിയ അനീതി എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ ഏറ്റവും നമ്മളൊക്കെ നമ്മുടെ ജീവിതകാലത്ത് കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു വംശഹത്യ എന്ന ഗാസയിലെ ആ വംശഹത്യ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്നുള്ള വാർത്തകളും ഞെട്ടിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഞെട്ടിക്കലൊക്കെ നമുക്ക് പതിയെ കുറയുന്നു. ഒരു ദിവസം 100 പേര് മരിക്കുന്നെങ്കിൽ അടുത്ത ദിവസം 50 ആകുമ്പോൾ നമുക്ക് ആ ഞെട്ടൽ കുറയുന്ന രീതിയിൽ, വളരെ ആ തിന്മയുടെ സാധാരണത്വം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇൻ്റർവ്യൂ, ഡോക്ടർ എസ് സന്തോഷ് കുമാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണുകയുണ്ടായി. അപ്പോൾ അതിൽ അദ്ദേഹം ഗാസയിൽ സന്ദർശിക്കുന്ന സമയത്തുള്ള ചില വളരെ വേദനാജനകമായിട്ടുള്ള, നിറഞ്ഞ കണ്ണുകളോട് മാത്രമാണ് നമുക്കത് കണ്ടിരിക്കാൻ സാധിക്കുക ആ ഒരു ഇൻ്റർവ്യൂ. അതിലദ്ദേഹം പറയുന്ന ഒരു എലമെൻ്റ്, ഒരു പ്രത്യേക കാര്യം എൻ്റെ മനസ്സിൽ തട്ടുകയുണ്ടായി. അതായത് നമുക്കറിയാം, അറബ് രാജ്യങ്ങളിലുള്ള സ്ത്രീകൾ വളരെയധികം അവരുടെ സ്വകാര്യത അത് വലിയ ഇതായിട്ട് പരിഗണിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടെ ക്യാമ്പുകളിൽ ലഭ്യമായിട്ടുള്ള മലിനജലം കുടിച്ച്, വേറെ നിവൃത്തിയില്ല അവർക്ക്, അവിടെ ലഭ്യമായിട്ടുള്ള അത് മാത്രമാണ്, അത് കുടിക്കുകയും അത് മൂലമുണ്ടാകുന്ന സാംക്രമിക രോഗങ്ങൾ അല്ലെങ്കിൽ അതിസാരം പോലെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് ഇപ്പോൾ ശൗചാലയങ്ങളില്ല, അല്ലെങ്കിൽ പൊതുവായ ശൗചാലയങ്ങളിൽ ക്യൂ നിൽക്കേണ്ടി വരുന്നു. അപ്പോൾ അവർ പൊതുവഴിയിൽ നിന്നുകൊണ്ട് തന്നെ വിസർജിക്കേണ്ടി വരുന്ന തരത്തിലുള്ള ദയനീയമായിട്ടുള്ള, ഇതൊരു ദൈന്യം എന്നതിനപ്പുറത്തേക്ക് അവരുടെ അന്തസ്സ് ഇടിഞ്ഞു പോകുന്ന താഴ്ന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ അന്തസ്സ് ഉരുകിത്തീരുന്ന തരത്തിലുള്ള ഒരു സംഗതിയായിട്ട് അദ്ദേഹം ആ രീതിയിൽ തന്നെ അത് അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ യുദ്ധങ്ങളെന്ന് പറയുന്നത് എപ്പോഴും നമുക്കറിയാം സ്ത്രീകളും കുട്ടികളുടെയൊക്കെ അവരെയാണ് ഏറ്റവും അധികം ബാധിക്കുന്നത്. അപ്പോൾ യുദ്ധത്തിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ ഈ അന്തസ്സില്ലായ്മ, ഞാൻ എൻ്റെ പുസ്തകത്തിൻ്റെ സമർപ്പണം തന്നെ അങ്ങനെയാണ്, പടനിലങ്ങളിൽ ഉടഞ്ഞുരുക്കി നീറിപ്പിടയുന്ന മനുഷ്യ അന്തസ്സിന് എന്നാണ് ഞാൻ എൻ്റെ പുസ്തകം സമർപ്പണമായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് ഇന്നലെ ഞാൻ ദർവീഷെ കണ്ടു എന്നുള്ളൊരു കവിതയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ അന്തസ്സില്ലായ്മ, അല്ലെങ്കിൽ ആ ഒരു വിഷയം മനസ്സിലിട്ടുകൊണ്ട് പലസ്തീൻ പ്രശ്നത്തെ നോക്കിക്കാണുകയും അതുമായി ബന്ധപ്പെട്ട് എഴുതി തുടങ്ങിയ ഒരു കവിത, പിന്നീട് മഹ്മൂദ് ദർവീഷ് എന്നുള്ള പലസ്തീനിയൻ ദേശീയ കവിയായിട്ടുള്ള മഹ്മൂദ് ദർവീഷിലേക്ക് എത്തുകയും അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് എന്ന അദ്ദേഹത്തിൻ്റെ കവിത, നമുക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹം വളരെ അറബ് നാടുകളിൽ മാത്രമല്ല ലോകമെമ്പാടും വളരെയധികം ആളുകൾ വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ള ഒന്നാണ്. നമ്മുടെ ഇസ്ലാമോഫോബിയ എന്നൊക്കെ ഇപ്പോൾ നമ്മുടെ സെപ്റ്റംബർ 11 ശേഷമൊക്കെയാണ് കൂടുതലായിട്ട് ലോകം ചർച്ച ചെയ്യപ്പെട്ടെങ്കിലും അദ്ദേഹം വളരെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ ഇസ്ലാമോഫോബിയയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതിയ ഐഡൻറ്റിറ്റി കാർഡ് എന്നുള്ളൊരു കവിത, ആ കവിതയുമായിട്ട് ബന്ധപ്പെട്ട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് അത്തരത്തിൽ പിന്നീട് ആ കവിത ആ ഒരു രീതിയിലേക്ക് മാറുകയുണ്ടായത്. അങ്ങനെയാണ് ഈ ദാർവീഷിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് ഞാൻ പലസ്തീനിലെ ഒരു തരിശ് ഇടത്തിൽ നിന്നും കണ്ടെത്തുന്നു എന്ന രീതിയിലേക്ക് ഈ കവിത പിന്നീട് രൂപം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. ഈ കവിത പ്രസിദ്ധീകരിക്കുന്ന കലാകൗമുദി വാരികയിൽ 2024 ജൂണിലാണിത് എൻ്റെ കവിത പ്രസിദ്ധീകരിച്ച് വരുന്നത്. അപ്പോൾ യാദൃശ്ചികമായിട്ട് മറ്റൊരു കാര്യം കൂടെ സംഭവിക്കുന്നത്, ഞാനിപ്പോൾ ഈ കവിതയെ ഒരുപാട് സമയമെടുത്തിട്ടാണ് ഞാൻ ഈ കവിത എഴുതുന്നത്. ഒരുപാട് ഹോംവർക്ക് ചെയ്ത് ഒരുപാട് സമയമെടുത്ത് ചെയ്യുമ്പോൾ ഇത് തലക്കെട്ട് എന്ത് കൊടുക്കും എന്നുള്ളതിനെപ്പറ്റി ഞാൻ ഒരുപാട് ആലോചിച്ചു. ഇതിനു മുമ്പ് കലാകൗമുദി തന്നെ ഈ പലസ്തീൻ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഭീകരം എന്ന് പറഞ്ഞാൽ അത് ഈ സമാഹാരത്തിലുണ്ട്, ഒരു കവിത ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെന്ത് തലക്കെട്ട് നൽകുമെന്നുള്ള ഒരു വലിയ ചിന്തയിൽ ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ പ്രിയങ്കനായിട്ടുള്ള കവി കെ അയ്യപ്പ പണിക്കർ സാറിൻ്റെ ഒരു കവിത, അതിൻ്റെ തലക്കെട്ട് ഇന്നലെ ഞാൻ വാൾട്ട് വിറ്റ്മാനെ കണ്ടു എന്നൊരു കവിത, അത് 1982 കലാകൗമുദിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ വാൾട്ട് വിറ്റ്മാനെ കണ്ടു. അപ്പോൾ വാൾട്ട് വിറ്റ്മാനെ അദ്ദേഹം നമ്മുടെ നാട്ടിൽ കാണുകയും അദ്ദേഹത്തോടുള്ള ഒരു സംവാദം എന്നുള്ള രീതിയിലാണ് അതിൽ ആ കവിത പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് ആ ഒരു തലക്കെട്ട്
എൻ്റെ മനസ്സിലേക്ക് വരികയും ഞാനങ്ങനെ ഇതിലേക്ക് ഇന്നലെ ഞാൻ ദർവീഷിനെ കണ്ടു എന്നുള്ളത്, പിന്നെ ഒരു കവിത എന്നുള്ള രീതിയിൽ അതിനെ ഒരു കവിതാറ്റിക്കാക്കി മാറ്റിയാണ് ഇന്നലെ ഞാൻ ദർവീഷെ കണ്ടു എന്നുള്ള രീതിയിലേക്ക് വരുന്നത്.